തീർച്ചയായിട്ടും അത് അറിയാതെ വന്നു പോയതാണ്. അത് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്നെ എപ്പോഴും ആകർഷിക്കുന്ന ഒരു ഗാനയിതാവ് റഫീഖ് അഹമ്മദ് തന്നെയാണ്. ഗിരീഷ് പുത്തഞ്ചേരിയെ നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നപ്പോഴും ഗിരീഷ് പുത്തഞ്ചേരി ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് എതിരെ ഒരിക്കൽ ബിജു തിരുമല വക്കീൽ നോട്ടീസ് അയച്ചു. വലിയ അഭിമാനത്തോടെയാണത്. എന്താണ് പത്രങ്ങൾ അങ്ങനെ കൊടുക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നത്. ഉപ്പിലിട്ട മാങ്ങ നീയെ, തെങ്ങിന്മേലെ തേങ്ങ നീയെ, റോഡിന്മേലെ മത്തി നീയെ. ഇത് കേൾക്കുമ്പം തന്നെ ഒരു വെറുപ്പ് തോന്നും. പിന്നീട് വന്ന പാട്ടുകളൊന്നും ആ നിലവാരത്തിലേക്ക് എത്താതെ വന്നപ്പോഴാണ് നമുക്ക് ഈ വിമർശനത്തിൻ്റെ ശരം അവയ്ക്കെതിരെ തൊടുക്കേണ്ടി വന്നത്. വെറുതെ നിലവറ മൈന ഒരിക്കലും മണിച്ചിത്ര താഴിനുള്ളിൽ പറ്റില്ലല്ലോ. ഭാഷ അറിയില്ല. പല സിനിമാ പേരുകൾ എടുത്തു നോക്കൂ, അക്ഷരങ്ങൾ തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പൊന്നി സാറൊക്കെ എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ഗാനരചയിതാക്കളാണ്. അദ്ദേഹം എഴുതുന്നു, നമുക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. കേസ് കൊടുക്കട്ടെ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാള ഗാനശാഖയെന്ന് പറയാൻ പാടില്ല, ഗാന നിരൂപണത്തിനൊരു പ്രത്യേക എഴുത്ത് ശാഖയുണ്ടാക്കിയ അല്ലെങ്കിൽ എഴുത്തുവഴി ഉണ്ടാക്കിയ അതുല്യ പ്രതിഭയാണ് TP ശാസ്തമംഗലം. സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ പേര് ശരിക്കും TP ശാസ്തമംഗലം ഒന്നല്ല, അല്ല, ഒഫീഷ്യൽ നെയിം വേറെയാണ്. TP രാജു. ശാസ്തമംഗലമായത് ഒരുപക്ഷെ അന്ന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥനായിരുന്നു. അതെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് എഴുതാനൊക്കെ കുറച്ച് പരിമിതികളൊരു സമയമായിരുന്നു. ശരിക്കും ഒരുപാട് പരിമിതികൾ. അത് ശരിക്കും പറഞ്ഞാൽ ഈ പേര് പോലും എൻ്റെ സ്വന്തമല്ല. അന്ന് ഞാൻ ഈ എഴുതി തുടങ്ങുന്ന സമയത്ത് മനഃശാസ്ത്രപരമായ ലേഖനങ്ങളാണ് കൂടുതൽ എഴുതുക. മനഃശാസ്ത്രം, പമ്പരം പോലുള്ള മാസികകളിലൊക്കെ ഞാൻ ലേഖനങ്ങൾ എഴുതുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് 1978 ജോലി കിട്ടുന്നത്. അപ്പോൾ ഒന്നും എഴുതാൻ പറ്റാത്ത ഒരവസ്ഥ. ഞാൻ പെർമിഷന് അപ്ലൈ ചെയ്തു, പക്ഷേ പെർമിഷൻ കിട്ടിയില്ല. ഇവിടെ കേരളത്തിൽ നിന്നും ഞങ്ങളുടെ സോണൽ ഓഫീസ് ചെന്നൈയിലാണ്, ചെന്നൈയിൽ നിന്നും ഹെഡ് ഓഫീസിൽ നിന്നും കിട്ടിയില്ല. അപ്പം ഞാനൊരിക്കൽ ഇത് എൻ്റെ ഈ സങ്കടം മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിനെ അറിയിച്ചു. മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിനെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹം IAS കാരനാണ്, ഒരുപാട് നോവലുകൾ എഴുതി. അപ്പോൾ അദ്ദേഹത്തിന് പെർമിഷൻ എങ്ങനെ കിട്ടി എന്നറിയാൻ കൂടിയാണ് ഞാനത് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, താൻ പെർമിഷനൊന്നും നിൽക്കണ്ട, ഒരു കാര്യം ചെയ്യും, ഒരു കള്ളപ്പേര് വയ്ക്കുക. അപ്പോൾ TP രാജു എന്ന പേരിലാണ് ഈ മനഃശാസ്ത്ര ലേഖനങ്ങളൊക്കെ ഞാൻ എഴുതിയത്. അങ്ങനെയാണ് അദ്ദേഹം, നീ താമസിക്കുന്നത് ശാസ്തമംഗലത്തല്ലേ, ഇതിൻ്റെ ഇനിഷ്യലും കൂടെ ചേർത്ത് ആ പേര്, സ്ഥലപ്പേരും കൂടെ അങ്ങ് വയ്ക്കുക, ഒരാളും പിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ TP രാജു TP ശാസ്തമംഗലമായി മാറി. സാറിൻ്റെ അമ്മയുടെ മൂത്ത സഹോദരനാണ്, പക്ഷേ നിരൂപണ സാഹിത്യത്തിലേക്ക് കുലപതി എന്നൊക്കെ പറയാവുന്ന പ്രൊഫസർ M. കൃഷ്ണൻ നായർ സാറിന് അമ്മാവൻ കൂടിയാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ എഴുത്തിൽ ആ മൂർച്ചയുണ്ട്. ആ മൂർച്ച ഒരുപാട് പേര്, സാറിൻ്റെ എഴുത്തിൻ്റെ മൂർച്ച ഒരുപാട് പേര്, പ്രത്യേകിച്ചും നമ്മുടെ ഗാനരചയിതാക്കളെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. തട്ടും തലോടലും അല്ലേ, ചിലതൊക്കെ രക്തം ചീന്തിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്കെല്ലാം ചോദിച്ചറിയാം. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. എനിക്ക് തോന്നുന്നു അടുത്തിടെ സാറ് ഒരു വാർത്തകളിൽ ഇടം പിടിക്കുന്നത് വാഴ, അടുത്ത റീസെന്റ് റിലീസായ വാഴ എന്ന് പറയുന്നത്. ഏയ് ബനാനെ ഒരു പൂ തരാമോ, ഏയ് ബനാനെ ഒരു കായ് തരാമോ, ഇതിന് ഭാസ്കരൻ മാഷിനെ പോലെ ഒരു കവിയുടെ ആവശ്യമില്ല. വാഴ മാത്രമല്ല, മാമന വധിച്ചവനെ കംസവധം, നമ്മളൊക്കെ കംസവധം എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ റാസ്കൽ ആ പടത്തിലെ 2 പാട്ടുകളെ വിമർശിച്ചുകൊണ്ടാണ്. അത് വളരെ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ടുള്ളൊരു പ്രചാരണം ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അല്ലേ? അതെ. ശരിക്കും ആ പാട്ടുകളെ വിമർശിക്കാൻ ഇടയാക്കിയ സന്ദർഭം, ഞാൻ കേട്ടു വളർന്നത് ഭാസ്കരൻ മാഷിൻ്റെയും വയലാർ രാമവർമ്മയുടെയും ONV സാറിൻ്റെയും യൂസഫ് അലി, ശ്രീകുമാരൻ തമ്പി, ഇത്തരം പാട്ടുകളാണ്. അവരെഴുതുന്ന പാട്ടുകൾ കേൾക്കാൻ, അവരെഴുതുന്ന മാത്രമല്ല, ദേവരാജൻ മാസ്റ്ററെ പോലെ, അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമിയെ പോലെ, K. രാഘവനെ പോലെ, MS ബാബുരാജനെ പോലെ, MK അർജുനനെ പോലെ, ഇവിടെയും 5 പേരുണ്ട്. ആ രംഗത്തും, സംഗീത സംവിധാന രംഗത്തും 5 പേര്. യേശുദാസ്, P. സുശീലയെ പോലുള്ള അതുല്യരായ ഗായകർ. ഇവരുടെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴുള്ള സംഭാവന എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. പാട്ട് കേൾക്കാൻ വേണ്ടി സിനിമ കാണുക, അവിടെ സിനിമയ്ക്ക് പോയിട്ട് അതിൻ്റെ പാട്ട് പുസ്തകം വാങ്ങിച്ച് സൂക്ഷിക്കുക, ഇതൊക്കെ അന്നത്തെ ഒരു ബാല്യകാല, കൗമാര, യൗവന വിനോദങ്ങളായിരുന്നു. കാരണം സിനിമ കാണാൻ പോകുന്നത് പാട്ടുപുസ്തകം ശേഖരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പം അത്തരം പാട്ടുകൾ അതിൻ്റെ അന്ന് ഭാഷ പഠിച്ചതുകൊണ്ടാവും കുറേ പിൽക്കാലത്ത് അതിൻ്റെ ആശയം ആലോചിക്കുക. ചിലതൊക്കെ ക്ലാസ്സിൽ അധ്യാപകനോട്, ഇപ്പം
200 പൗർണമി ചന്ദ്രികകൾ അക്കാലത്ത് ഇറങ്ങിയ ഒരു പാട്ടാണ്, മകനെ നിനക്ക് വേണ്ടി എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി പിന്നെ വയലാർ എഴുതിയ പാട്ട്. ഈ 200 എന്തുകൊണ്ട് ഉപയോഗിച്ചു? 1000 10,000 എന്നൊക്കെ കവികൾ പ്രയോഗിക്കും. ഈ ഇൻഡെഫിനിറ്റ് പിന്നെ അതുല്യമായ അല്ലെങ്കിൽ പിന്നെ അസംഖ്യം എന്നുള്ള അർത്ഥത്തിൽ പിന്നെ ഉപയോഗിക്കും. പക്ഷേ ഈ എന്തുകൊണ്ട് 200 ഉപയോഗിച്ചു? അപ്പം ഞാനത് അധ്യാപകനോട് ചോദിച്ചു. ഞങ്ങൾ അന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഈ ഇടവേളകളിൽ ചർച്ച ചെയ്യുന്ന ഒരു ഇതായിരുന്നു. ക്ലാസ്സിൽ അന്ന് വന്ന ഉച്ചയ്ക്ക് ശേഷം വന്ന അധ്യാപകനോട് ചോദിച്ചു, എന്ത് സാറേ ഈ 200 എന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു 1000 പൂർണ്ണചന്ദ്രന്മാരെ ഒരാൾ കാണുന്നത് 84-ാം വയസ്സിലാണ്. അപ്പോൾ 500 പൂർണ്ണചന്ദ്രന്മാരെ കാണുന്നത് 42-ാം വയസ്സിലാണ്. അപ്പോൾ 21 ആകുമ്പോൾ 250. അതിൽ നിന്നും പിന്നെയും കുറഞ്ഞ് കറക്റ്റായിട്ട് കണക്കൂട്ടി നോക്കിയാൽ 17-18 വയസ്സിലാണ് ഈ 200 ചന്ദ്രിക. അതുകൊണ്ടാണ് വയലാർ അങ്ങനെ വെറുതെ എഴുതിയതല്ല. 200 പൗർണമി ചന്ദ്രികകൾ, 200 പൊന്നരയന്നങ്ങൾ, കുളിരുമായി നിന്റെ കൗമാരത്തിൻ്റെ കിളിവാത് കിരികില് തുറന്നു നോക്കി. 200 പൗർണമി ചന്ദ്രികകൾ കുളിരുമായി നിന്റെ കൗമാരത്തിന്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കി. ഓരോ വരിയും കണ്ടില്ലേ എത്ര മനോഹരമാണ്, കൗമാരമായിട്ടൊക്കെ കണക്ട്. അപ്പം അങ്ങനെയുള്ള ഗാനങ്ങൾ കേട്ട് 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 മനസ്സിൽ മുഴുവൻ നമ്മുടെ അടിത്തറയായി കിടക്കുന്ന ഇത്തരം പാട്ടുകളാണ്. വയലാറിൻ്റെയും ഭാസ്കരൻ മാഷിൻ്റെയൊക്കെ അതുല്യമായ പാട്ടുകളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് വന്ന പാട്ടുകളൊന്നും ആ നിലവാരത്തിലേക്ക് എത്താതെ വന്നപ്പോഴാണ് നമുക്ക് ഈ വിമർശനത്തിൻ്റെ ശരം അവയ്ക്കെതിരെ തൊടുക്കേണ്ടി വന്നത്. ഇപ്പം വാഴയിലെ ആയിരുന്നാലും ഗുരുവായൂരമ്പല നടയിലെ ആയിരുന്നാലും പാട്ടുകൾക്കും വന്ന് സംഭവിച്ചത് തന്നെ. കാരണം മാത്രമല്ല ഇന്നത്തെ പാട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം നമ്മൾ രസം പിടിച്ചൊരു ഇത് കാണുന്നു, വീഡിയോ കാണുന്നു, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന പരസ്യം നമുക്ക് പ്രത്യേകിച്ച് ഹിന്ദിയിലൊക്കെ വരുന്ന പരസ്യം, ഹിന്ദി ഭാഷയിലായിരിക്കും ആ പരസ്യം വരുന്നത്, നമുക്ക് അരോചകമായി മാറും. അതുപോലെയാണ് ഇപ്പം സിനിമയിൽ പാട്ട്. മറ്റേതങ്ങനെയല്ല. പാട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നമുക്ക് ഊണിനിടയ്ക്ക് പായസം വിളമ്പും പോലെ, പാൽപ്പായസം വിളമ്പും പോലെ നമുക്ക് വളരെ രുചികരമായി തോന്നും. പക്ഷേ ഇപ്പോഴത്തെ പാട്ടിൻ്റെ സ്ഥിതി അതല്ല. കാരണം പാട്ട് ഒരു ബഹളം, സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് ഒരു അദ്ദേഹത്തിൻ്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആലാപനവും അതുപോലെ തന്നെ. മറ്റേ യേശുദാസ് ഉച്ചരിക്കുമ്പോൾ ഓരോ അക്ഷരവും നമുക്ക് പെറുക്കി പെറുക്കി വെച്ചതുപോലെ തോന്നും. സുശീല, പ്രത്യേകിച്ച് മലയാളി അല്ലാത്ത തെലുങ്ക് മാതൃഭാഷയായിട്ടുള്ള സുശീല, പി സുശീല പാടുമ്പോൾ ഇപ്പം പാടുന്നുണ്ട്. പിന്നെ ശ്രേയാ ഘോഷൽ എന്ന് പറയുന്ന ബംഗാളി ഭാഷ മാതൃഭാഷയായിട്ടുള്ള ശ്രേയാ ഘോഷൽ മലയാളം പാടുമ്പോൾ എത്ര ശുദ്ധമായിട്ടാണ് പാടുന്നത്. വാസ്തവത്തിൽ ഇവിടുത്തെ മലയാളി ഗായകന്മാർ അത് കേട്ട് പഠിക്കേണ്ടതാണ്. അവിടെയാണ് നമുക്ക് ഈ പാട്ടിനെ നമുക്ക് കുറ്റം പറയേണ്ടി വരും. പക്ഷേ സാറ് ഇത് ഈ വിമർശനം പറയുമ്പോഴും ഇന്നത്തെ ഈ പാട്ടുകളെല്ലാം വളരെ പോപ്പുലറാണ്. പക്ഷേ ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ വൈറലാണ്. അതാണ് കുറച്ച് ഇപ്പം ഇലുമിനാനിറ്റിയും ഈ പറഞ്ഞ ഒരു ബനാനെ ഭൂതരാവും ഒക്കെ തന്നെ ഉള്ളത് വളരെ പോപ്പുലർ ആവുകയാണ്. അപ്പം ഈ പോപ്പുലർ ആകുന്നതിൻ്റെ അർത്ഥം ഇന്നത്തെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് ഇത് മതി എന്നുള്ള ഒരു മുൻവിധിയാണ്. അല്ല, അതിനൊരു ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് നൈമിഷികമാണ്. 1954 നീലക്കുയിൽ ഇറങ്ങിയത്. നീലക്കുയിലെ എല്ലാ പാട്ടുകളും അന്ന് ചരിത്രം തിരുത്തിക്കുറിച്ചാണ്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പാട്ടുകളും ചാപിള്ളകളായിരുന്നു. എന്ന് വെച്ചാൽ ഹിന്ദിയുടെയും തമിഴിൻ്റെയും അതേ ഈണത്തിനനുസരിച്ച് ഉണ്ടാക്കിയ പാട്ടുകളായിരുന്നു. ഭാസ്കരൻ മാഷും കെ രാഘവനും വന്നപ്പോൾ അതിന് മലയാള മണ്ണിൻ്റെ മണമുള്ള പാട്ടുകളുണ്ടാക്കി. ഇപ്പം കായലരികത്ത് വലയെറിഞ്ഞപ്പോഴെന്ന പാട്ടാകട്ടെ, അല്ലെങ്കിൽ എല്ലാവരും ചൊല്ലണ് എന്ന പാട്ട്, അല്ലെങ്കിൽ മാനെന്നും വിളിക്കില്ല, അതിൽ ഏത് പാട്ടെടുത്ത് നോക്കും ആ പാട്ടുകളൊക്കെ 54 ഇറങ്ങിയത്. അപ്പോൾ എത്ര വർഷമായി? ഇപ്പോഴും ആ പാട്ടുകൾ ഹിറ്റാണ്. അതേസമയം ഇന്നലെ ഇറങ്ങിയ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്ന ലജ്ജാവതി ഇന്നവിടെ ആരെങ്കിലും പാടുന്നു? ഒരു റിയാലിറ്റി ഷോയിൽ ഒരു കുട്ടിയും ലജ്ജാവതി പാടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ തന്തുനാനെ, മംഗല്യം തന്തുനാനെ എന്ന് പറഞ്ഞ പാട്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, ഇതൊക്കെ ഇറങ്ങിയ കാലത്ത് എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ ജപ്പാനിൽ പോലും അതിന് ചുവട് വെച്ചു എന്ന് പറഞ്ഞിട്ട് പത്രങ്ങളിൽ ന്യൂസ് വന്നു. പക്ഷേ ഇന്ന് ആരും ആ പാട്ട് ചെവിക്കൊള്ളുന്നു? അതേസമയം വയലാറോ ഭാസ്കരൻ മാഷോ അല്ലെങ്കിൽ അവർ ആ ഒരു കൂട്ടുകെട്ടിൽ പിറന്ന പാട്ടുകൾ ഇന്നും ആളുകൾ പാടുന്നു, നെഞ്ചേറ്റിൽ ആളിക്കുന്നു. അതാണ് എൻ്റെ വ്യത്യാസം. ഈ പറയുന്ന പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ്. ഈ സംഗീത സംവിധായകരും ഒക്കെ ഇവൻ നടന്മാരും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്നത്തെ തലമുറ എങ്ങനെയാണ് ഈ സന്യാസിനിയൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നതെന്നാണ് ചോദിക്കുന്നവർ. അതൊരു ശരിയായൊരു നിരീക്ഷണമാണോ അവരുടെ?
സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. അതല്ല, കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ആടുജീവിതം എന്ന സിനിമയിലെ പെരിയോനെ എന്ന് പറയുന്ന പാട്ട് ഇക്കാലത്ത് വിജയിക്കാൻ പാടില്ലാത്ത പാട്ടാണ്. അത് വിജയിച്ചില്ലേ? അത് ശുദ്ധമായ മെലഡിയല്ലേ? ഒരുപക്ഷെ റഫീഖ് അഹമ്മദ് അല്ല അതിൻ്റെ തുടക്കം എഴുതിയിരിക്കുന്നത്, എ റഹ്മാനാണെന്ന് പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, അത് പിന്നെ എ റഹ്മാൻ എഴുതി ചേർത്തതായിക്കോട്ടെ, അല്ലെങ്കിൽ റഫീഖ് അഹമ്മദ് എഴുതിക്കോട്ടെ, പക്ഷേ ആ പാട്ട് ഹിറ്റായോ ആ സിനിമയിൽ? ആടുജീവിതം എന്ന സിനിമയിലെ പാട്ട് ഇന്നും ഹിറ്റാണ്. അപ്പോൾ അങ്ങനെ നല്ലത് കൊടുത്താൽ ആളുകൾ അടിസ്ഥാനപരമായി സ്വീകരിക്കും, മോശമായത് കൊടുത്താൽ. ഇപ്പോൾ പാലിനേക്കാൾ പിന്നെ ചാരായം ചിലവാകുന്ന നാടാണ് നമ്മുടേത്. പാലിൻ്റെ കണക്കെടുത്ത് നോക്കും, പക്ഷേ ചാരായമായിരിക്കും ഏറ്റവും കൂടുതൽ. കാരണം ഓണത്തിനും അതുപോലുള്ള പിറ്റേ ദിവസം പത്രത്തിൽ ഇത്ര രൂപയുടെ വലിയ അഭിമാനത്തോടെയാണ് അത്. എന്താണ് പത്രങ്ങൾ അങ്ങനെ കൊടുക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഇത്ര രൂപയുടെ മദ്യം ചിലവായി, അത് ഗവൺമെൻറ്റിന് കുടിച്ചു തീർന്നു. അതെ, ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാക്കുന്നു. ഗവൺമെൻറ് പോലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പിന്നെ പരോക്ഷമായിട്ട്. പക്ഷേ പാല് കുടിക്കുന്നതിൻ്റെ എത്തുമോ പിന്നെ ഈ ചാരായം കുടിക്കാൻ? ഒരിക്കലും വരില്ല. അതുപോലുള്ള വ്യത്യാസമാണ് ഈ പഴയ പാട്ട്. പഴയ പാട്ടെന്ന് പറഞ്ഞാൽ നല്ല പാട്ടും മോശം. എപ്പോഴും അമ്മാവൻ എപ്പോഴും പറയും, സാഹിത്യ സൃഷ്ടി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് ഏറ്റവും മോശം, ഒന്ന് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഇടയ്ക്കൊരു വിലയിരുത്തലില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പാട്ടിനെ സംബന്ധിച്ച് ശരിയാണ്. നല്ല പാട്ട് മോശം, പഴയത് പുതിയത് നമുക്ക് വിലയിരുത്തണ്ട. നല്ല പാട്ട് പുതിയ, അതാണ് നല്ല പാട്ടിൻ്റെ കാറ്റഗറി. പുതിയ പാട്ടായ പിന്നെ ആടുജീവിതത്തിലെ പാട്ടും വരും. ഗാനരചയിതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാവുന്ന ഭാഷയിൽ മാത്രമേ ഞാൻ കവിതകൾ അല്ലെ പാട്ട് എഴുതൂ എന്നുള്ളതാണ്. പേര് ഞാൻ പറയുന്നില്ല. അതുപോലും ഒരു ലിമിറ്റേഷൻ അല്ലേ അവരെ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും. ഒന്നാമത് ഭാഷ അറിയില്ല. പല സിനിമാ പേരുകൾ എടുത്തു നോക്കൂ, അക്ഷരങ്ങൾ തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഉദാഹരണമൊന്നും പറയുന്നില്ല. പറഞ്ഞു സാർ, അത് പിന്നെ ആളുകൾക്കൊന്നും അറിയട്ടെ. ഇപ്പം വിദ്യാർത്ഥികളെ ഇതിലേ അന്ന് ആ സിനിമ കറക്റ്റായിട്ട് ഈ സംബോധന എപ്പോഴും ദീർഘമായിരിക്കണമെന്നാണ്. സുഗമോ ദേവി, ഉദാഹരണത്തിന് സുഗമോ ദേവി രണ്ടിടത്തും പിന്നെ ദീർഘം വേണം. പക്ഷേ സുഗമോ ദേവി എന്നാണ്. ONV സാർ പാട്ട് എഴുതിയ സിനിമയാണ്, പക്ഷേ സിനിമയുടെ പേരിങ്ങനെ ആയിപ്പോയി. അങ്ങനെയാണ് കൊടുത്തത്. ഈ പല സിനിമകളുടെയും പേര് ഇപ്പോൾ പിന്നെ മനസ്സിലായില്ലേ? അത് നമുക്ക് ഈ പാത്മരാജൻ്റെ തന്നെ ഒരു പടത്തിൻ്റെ പേര് കരിമ്പിൻ പൂവിനക്കരെ എന്നാണ്. കരിമ്പിൻ കാടിനക്കരെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കരിമ്പിൻ പൂവിനക്കരെ എങ്ങനെയായിരുന്നു? മനസ്സിലല്ലേ? ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. അതേസമയം പഴയ കാലത്ത്, അതായത് പിന്നെ സേതുമാധവൻ സാറ്, വിൻസെൻ്റ് മാഷ്, അവരുടെയൊക്കെ കാലത്തുള്ള പടങ്ങളുടെ പേര് നോക്കും. വാഴ്വേമായും ആ അയ്യനത്തിൻ്റെ നോവലിൻ്റെ പേരും അദ്ദേഹം മാറ്റിയില്ല. അനുഭവങ്ങൾ, പാളിച്ചകൾ, കരിനീഴൽ, ഇതൊക്കെ കേൾക്കുമ്പോൾ അതിനകത്ത് തന്നെ അതിൻ്റെ ഒരു ആശയം, അല്ലെങ്കിൽ ആ സിനിമ എന്തായിരിക്കും, അല്ലെങ്കിൽ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത് എത്ര അന്വർത്ഥമായ പേരാണ് എന്ന് നമുക്ക് തോന്നും. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇടുന്നു, അത് തെറ്റായിട്ട് മനഃപൂർവ്വം തലതിരിച്ചിടുന്നു. ഫാമിലി എന്നുള്ളതിന് ഫാലിമി എന്നിടുന്നു. അതുകൊണ്ട് അങ്ങനെ തലതിരിച്ചിട്ടാലേ തനിക്ക് ശ്രദ്ധിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആ സംവിധായകൻ്റെ വിചാരം. വാസ്തവത്തിൽ അങ്ങനെയല്ല. കലാസൃഷ്ടി എന്ന് പറയുന്നത് ഇക്കാലത്ത് ഞാൻ പറയട്ടെ, ഈ വെൺമണി കവികളും അതുപോലുള്ള വളരെ സംസ്കൃത പ്രചുരമായ കവിതകൾ എഴുതി വിജയിച്ചിരുന്ന സമയത്താണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള വളരെ ലളിതമായ കോമള പദങ്ങളുമായിട്ട് മലയാളത്തിൽ വരുന്നത്. എന്ത് പെട്ടെന്ന് അദ്ദേഹം ആ മലയാളികളുടെ മനസ്സ് കീഴടക്കി. രമണൻ എത്രയോ ജോസഫ് മുണ്ടശ്ശേരി ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയും ഒരു അനുഭവമോ മലയാളത്തിൽ എന്ന്. അതെന്നാണ് അത്ഭുതത്തോടുകൂടിയാണ് അദ്ദേഹം ചോദിച്ചത്, ഇങ്ങനെയും ഒരു അനുഭവമോ എന്ന് പറയും പോലെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കണം. അവിടെയാണ് കലാസൃഷ്ടി വിജയിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമ ടൈറ്റിലുകളൊക്കെ വളരെ മോശമാണെന്നാണ് സാറിൻ്റെ? തീർച്ചയായിട്ടും. എല്ലാം അല്ല, പലതും മോശമായി. ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു സാറിന് ഇഷ്ടപ്പെട്ട 2 ടൈറ്റിലുകൾ പറഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ അത് ആലോചിക്കേണ്ടി വരും. കാരണം ചില നല്ലതൊക്കെ ഉണ്ട്. നല്ല പിന്നെ ഇപ്പം ആടുജീവിതം തന്നെ ആ സിനിമയുടെ പേര് പിന്നെ നോവലിൻ്റെ പേര് മാറ്റിയില്ല. ബെന്യാമിൻ്റെ അതേ പേര് തന്നെ സ്വീകരിച്ചു. ആടുജീവിതം ശരിക്കും അതിനേക്കാൾ മറ്റൊരു നല്ല കറക്റ്റായ ഒരു പേരില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ പിന്നെ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് പിന്നെ എന്തുമാത്രം ക്ലേശം അനുഭവിച്ചു എന്നുള്ളതിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന ആ വാക്ക് അന്വർത്ഥമാണ്. അപ്പോൾ അത് മാറ്റാത്തത് കൊണ്ടാണ് ആ ബ്ലസ്സിയെ നമ്മൾ അഭിനന്ദിക്കുന്നത്. ശശികുമാറിനെ, വിനായക് ശശികുമാറിനെ റാസ്കൽ എന്നൊക്കെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു പദപ്രയോഗം നടത്തിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? മാമനെ വധിച്ചവനെ കംസവധം, നമ്മളൊക്കെ കംസവധം എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ റാസ്കൽ അത് തീർച്ചയായിട്ടും അത് അറിയാതെ വന്നു പോയതാണ്. അത് മനഃപൂർവ്വം അങ്ങനെ ഞാനങ്ങനെ
എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാനിപ്പം 45 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാവരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ. ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന എപ്പോഴും ഹൈലൈറ്റിൽ നിൽക്കുന്ന ഏറ്റവും മുന്തിയ നിരയിൽ നിൽക്കുന്ന ആൾക്കാരെ തന്നെയായിരിക്കും എപ്പോഴും വിമർശിക്കുക. അത് മനഃപൂർവ്വമല്ല, അത് സ്വാഭാവികമായിട്ട് വ്യക്തിപരമല്ല, ഒട്ടും വ്യക്തിപരമല്ല. കാരണം ഞാൻ ഗിരീഷ് പുത്തഞ്ചേരിയെ നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നപ്പോഴും ഗിരീഷ് പുത്തഞ്ചേരി ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന് ആദ്യമായിട്ട് മൊബൈൽ നമ്പർ കിട്ടിയപ്പോൾ അത് കുറിച്ച് എൻ്റെ പോക്കറ്റിട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, കോഴിക്കോട് വരുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ വരണം, ഒരു ദിവസം നമുക്ക് പാട്ടും ഇതൊക്കെ ആയിട്ട് കഴിയാം, അവിടെ നിന്ന് ഊണ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് പോകാനൊത്തില്ല, എനിക്ക് ഓഫീസൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പോകാനൊത്തില്ല. അദ്ദേഹം ഞാൻ പോകുന്ന മുമ്പേ തന്നെ അദ്ദേഹം കാലയവനകിക്കൊള്ളി മറയുകയും ചെയ്തു. കൈതപ്പുറത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ശ്രീമതി വിളമ്പി തന്ന പ്രഭാത ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഞങ്ങൾക്ക് ഒരിക്കൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി ഇരുന്ന് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് കോഴിക്കോടേക്കും എനിക്ക് തിരുവനന്തപുരത്തേക്കാണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിൻ വരുന്നത് അടുത്ത പ്ലാറ്റ്ഫോമിലാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എന്നെ ഒരാൾ സമീപിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുമോ തമ്മിൽ എന്ന് ചോദിച്ചു. അവരുടെ വിചാരം നമ്മൾ ഈ എഴുതും പോലെ വല്ല ബദ്ധശത്രുക്കളോ മാത്രമല്ല, അങ്ങനെയല്ല. കാരണം ഇവരെല്ലാം വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, എല്ലാവരെയും പരിചയമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അന്ന് വന്നത് ശരിക്കും അറിയാതെ ഒരു നാക്ക് പിഴ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, രാഷ്ട്രീയക്കാരെ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ നമുക്ക് വരാൻ പാടില്ലാത്തതാണ്, അത് അങ്ങനെ വന്നതാണ്. അല്ലാതെ അദ്ദേഹത്തോട് ഒട്ടും വ്യക്തിപരമല്ല, ഒട്ടുമല്ല. വിനായക ശശികുമാറിനോട് പ്രത്യേകിച്ചും സാറിന് അങ്ങനെ അല്ല. അദ്ദേഹത്തോന്ന് പറഞ്ഞാൽ ആരോടും എനിക്ക് വ്യക്തിപരമായ വൈരാഗ്യം അതിൻ്റെ കാര്യമില്ലല്ലോ. അദ്ദേഹം എഴുതുന്നു, നമുക്ക് അത് ആസ്വാദനത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട്, ആസ്വാദകൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വിമർശിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. കാരണം എനിക്ക് എതിരെ ഒരിക്കൽ ബിജു തിരുമല വക്കീൽ നോട്ടീസ് അയച്ചു, വളരെ പണ്ട്. അപ്പോൾ കലാകൗമുദിയുടെ പത്രാധിപരാണ് ഒന്നാം പ്രതി, രണ്ടാം പ്രതി പബ്ലിഷർ, മൂന്നാം പ്രതി ഞാനായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ജയചന്ദ്രൻ നായർ സാറിനെ ഓഫീസ് കഴിഞ്ഞ് ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ അഡ്വക്കേറ്റ് പെരപ്പൻകോട് ശ്രീധരൻ നായരാണ്, അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കണ്ടേക്കൂ, അപ്പോൾ അദ്ദേഹം എന്താണ് പറയണമെന്ന് കേട്ടേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ വൈകുന്നേരം പെരപ്പൻകോട് ശ്രീധരൻ നായർ സാറിനെ കാണാൻ വഞ്ചിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി അദ്ദേഹം വളരെ ലാഘവ ബുദ്ധിയോടെയാണ് അത് കൈകാര്യം ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, കേസ് കൊടുക്കട്ടെ, നമുക്ക് കോടതിയിൽ പാട്ടെല്ലാം കേൾപ്പിച്ച് വളരെ രസകരമായ ഒരു അനുഭവമാക്കാം. അങ്ങനെ നിരൂപണത്തിൻ്റെ പേരിൽ ലോകത്തൊരിടത്തും കേസ് കൊടുത്ത് അങ്ങനെ തൂക്കിക്കൊന്നിട്ടൊന്നുമില്ല ആര്. അത് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, തൂക്കിക്കൊന്നിട്ടൊന്നുമില്ല ആര് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പക്ഷേ അതൊരു ഓലപ്പാമ്പായിരുന്നു. കാരണം വെറും വക്കീൽ നോട്ടീസ് മാത്രമായിരുന്നു, അത് കേസൊന്നും പ്രൊസീഡ് ചെയ്തില്ല. ഇപ്പോഴത്തെ തലമുറയിലെ ഏതെങ്കിലും ഗാനരചയിതാക്കൾ സാറിനെ വളരെ എന്നെ എപ്പോഴും ആകർഷിക്കുന്ന ഒരു ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് തന്നെയാണ്. റഫീഖ് അഹമ്മദിൻ്റെ കവിതയായിരുന്നാലും ഗാനമായിരുന്നാലും അത് മികച്ചു നിൽക്കും. കാരണം റഫീഖ് അഹമ്മദിൻ്റെ ഉള്ളിൽ കവിതയുണ്ട്. കവിത ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രമേ നല്ല ഗാനരചയിതാവാകാൻ ഒക്കുള്ളൂ എന്ന് എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പഴയ നമ്മുടെ ഈ ഗാനങ്ങളുടെ ഒരു ചരിത്രം പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് കൂടെ പറയുന്നത് തീർച്ചയായിട്ടും അത് അന്വർത്ഥമാണ് ആ പറയുന്നത്. വയലാറായാലും ഇവൻ ഭാസ്കര മാഷായാലും ഒക്കെ തന്നെ ഈ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാപ്പിയപ്പച്ച പോലുള്ള പാട്ടുകൾ ആ ഒരു തമാശ രൂപത്തിൽ ഇതിനെ പിന്നെ കോട്ടയത്തൊരു മൂത്തപിള്ള. അപ്പോൾ ഇത്തരം തമാശ പാട്ടുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഇവർ എഴുതുന്നു എന്ന് വിചാരിച്ചാൽ പോരെ. ഏകാന്തതയുടെ അപാരതീരം അല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പം സന്യാസിനി അല്ലെങ്കിൽ ചക്രവർത്തിനി ഇതുപോലെയുള്ള ഒന്നാന്തരം കവിത തുളുമ്പുന്ന പാട്ടുകൾ എഴുതി. അതിൻ്റെ ഇടയ്ക്കാണ് സന്ദർഭവശാൽ ഒരു 50 എഴുതുമ്പോൾ ഒരു പാട്ടാണ് ഈ പാപ്പിയപ്പച്ച വയലാർ എഴുതിയത്. ഇപ്പോൾ എഴുതുന്നതല്ല, ഇപ്പം 49 വരുന്നത് ഈ പാപ്പിയപ്പച്ച മോഡലിലുള്ള പാട്ടാണ്. പരിഹാസ്യമായ പാട്ടുകളാണ് ഇപ്പം വരുന്നത്. അതാണ് എൻ്റെ വ്യത്യാസം. പണ്ട് സിനിമയിൽ പാടുന്നത് കവിയല്ല, കഥാപാത്രമാണ്. അപ്പം കഥാപാത്രം ചിലപ്പം ഒരു ഹാസ്യാത്മകമായി സംസാരിക്കേണ്ടി വന്നാൽ ആ പാട്ടും അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണ് പലപ്പോഴും. പക്ഷേ അതിനകത്ത് പോലും കവിതയുടെ ഒരു അംശം കൊണ്ടുവരാൻ വയലാറിനെ പോലുള്ളവർക്ക് സാധിച്ചു. ഞാൻ ഒരു ഉദാഹരണം പറയാം. അഗ്നിമൃഗം എന്ന സിനിമയിൽ മരുന്നോ നല്ല മരുന്ന് എന്നൊരു പാട്ടുണ്ട്. ഒരു വൈദ്യരായിട്ട് നായകൻ മാറിയിട്ട് ഇപ്പം വയ്യുമ്പം വൈദ്യനകത്തൊരു ഉരുണ്ട് കയറ്റമെന്ന് വൈദ്യരെ ചോദിക്കണം. അപ്പം വൈദ്യരുടെ മറുപടി, അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ്റെ കടക്കണ്ണിലെ പൂവ്, അകത്തുനിന്ന് മുളച്ചു വന്ന സ്വപ്നത്തിൻ്റെ വേര്, സമം ചേർത്ത് അരച്ചുരുട്ടി പ്രേമം എന്തോടി ചേർത്ത്
കടുക്കയോളം 3 നേരം കുടിച്ചാൽ നിന്റെ ഉരുണ്ട കയറ്റവും പെരണ്ട കയറ്റവും പമ്പ കിടക്കും. വീട്ടിലെ ചെറുപ്പക്കാരന്റെ കടക്കണ്ണിലെ പൂവ് അകത്തു നിന്ന് മുളച്ചു വന്ന സ്വപ്നത്തിന്റെ വേര് സമം സമം ചേർത്തരച്ചുരുട്ടി പ്രേമമേൻ പൊടി ചേർത്ത് അടുക്കയോളം 3 നേരം കഴിച്ച ഇത് ഒരു കുറുപ്പടിയാണ്, ഒരു വൈദ്യൻ്റെ കുറുപ്പടിയാണ്. പക്ഷേ അതിനകത്ത് പ്രണയം വന്നിട്ടുണ്ട്. അല്ല, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോകുമെന്ന് മറ്റേ എന്താ നായർ പിടിച്ച പുലിവാലെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഭാസ്കരൻ മാഷ് എഴുതി. എസ് പി പിള്ളയാണ് പാടുന്നത്. പിന്നെ സത്യൻ മാഷ് മുടിവെട്ടിക്കൊണ്ടിരിക്കുമ്പം തൻ്റെ കാമുകി വേറൊരാളെ അടിച്ചു മാറ്റാൻ പോകുന്നു, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ എന്താ പറഞ്ഞത്, തേക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വേറൊരു മനോഹരമായ സൂചനയാണ്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി, കാക്കച്ചി കൊത്തിപ്പോയി എന്ന്. ഇത് ശരി, ഇത് വെറും ഒരു ഹാസ്യഗാനമാക്കി പറഞ്ഞ് തള്ളിക്കളയാൻ ഒക്കാത്ത വിധത്തിൽ പിന്നെ നമുക്ക് അത് ആ സന്ദർഭവുമായിട്ട് എത്ര യോജിക്കുന്നു നോക്കൂ. മറ്റിടത്ത് കണ്ടില്ലേ, കുറുപ്പടി എന്ന് പറഞ്ഞാൽ ഒരു വൈദ്യൻ്റെ അല്ല, ഈ കടുക്കയോളമാണ് അവർ പറയുന്നത്, ഈ പ്രേമം മേമ്പൊടി ചേർക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതാണ് അവിടെ നമുക്ക് ഹാസ്യഗാനം എഴുതിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് പോലും അവരുടേതായ ഒരു കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴത്തെയൊക്കെ ഈ കവിതകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ പണ്ടുള്ളവരെ ഒന്നും വിമർശിക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പം അങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പം ഗിരീഷ് പുത്തഞ്ചേരി ആയിരുന്നാലും കൈതപ്രമായിരുന്നാലും, പക്ഷേ അവരെഴുതിയ തെറ്റുകൾ തെറ്റല്ലാതെ ആവുന്നില്ല. ഇപ്പം കൈതപ്പുറത്തിനൊക്കെ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി. ആ തെറ്റുകളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നല്ല പാട്ട് ഇപ്പം കൈതപ്പുറത്തിൻ്റെ തന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ, ആ പാട്ട് ഞാൻ നല്ലതെന്ന് എഴുതി, അദ്വൈതത്തിലെ പാട്ട്. പക്ഷേ അതിലെ തന്നെ മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി എന്ന് എഴുതുമ്പോൾ എനിക്ക് അരോചകമായി തോന്നും. കാരണം മഴവില്ലും പിന്നെ വെണ്ണിലാവും തമ്മിൽ കണ്ടുമുട്ടുന്ന പ്രതിഭാസങ്ങളല്ല. മഴവില്ലെപ്പോഴും ഉണ്ടാകുന്നത് പിന്നെ പകൽ സമയത്താണ്. വെണ്ണിലാക്കിളി ഉണ്ടാകുന്ന എപ്പോഴും രാത്രിയാണ്. രാത്രി മഴവില്ല എങ്ങനെ ഉണ്ടാവില്ലല്ലോ. എതിർവശത്ത് സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ അതിനെതിർവശത്ത് ഈ പിന്നെ ജലഗണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൂടെ ഈ റേസ് കടന്നു പോകുമ്പം വിബ്ജിയാറുണ്ടാകുന്നു. അതാണല്ലോ മഴവില്ല. അതാണ് നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചത്. പക്ഷേ ഇദ്ദേഹം എഴുതിക്കുന്നത് വെണ്ണിലാക്കിളിയാണ്. പക്ഷേ അതിലെ തന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടെന്ന് പറയുന്ന ഒന്നാന്തരം പാട്ട് എഴുതാനും അദ്ദേഹത്തിന് സാധിച്ചു. എണ്ണമറ്റ പാട്ടുകളുണ്ട്. ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ തന്നെ എത്രയോ നല്ല പാട്ടുകളുണ്ട്. ഇപ്പോൾ ഇന്നലെ നീ പിന്നെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺമിടക്കൊതിയിലെ അച്ഛനെക്കുറിച്ചുള്ള പാട്ട്, അച്ഛനെക്കുറിച്ചുള്ള മലയാളത്തിൽ തന്നെ വേറൊരു പാട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് മനോഹരമായൊരു പാട്ട്. പിന്നെ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, അതൊരു വലിയ പിന്നെ കോൺസെപ്റ്റാണല്ലോ, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തി. അതിൽ ഓരോ വരിയും മനോഹരമാണ്. പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികിടന്നെത്തുന്ന പദനിസ്വനം, ആ പാട്ട്. ഇങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി നല്ല പാട്ടുകൾ ഒരുപാട്, അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും, ഇങ്ങനെ പറയാൻ തുടങ്ങിയ ഒരുപാട് നല്ല പാട്ടുകൾ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചില പൊട്ടപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴാണ് അവരൊക്കെ എത്രയോ വലിയ ഉയരത്തിൽ ഇരുന്നതെന്ന് തോന്നുന്നത്. അതാണ് ഇന്ന് ഇപ്പം ഗിരീഷ് പുത്തഞ്ചേരി ആയാലും കൈതപ്പുറമായിരുന്നാലും ബിജു തിരുമല ആയിരുന്നാലും പൂവച്ചൽ ഖാദറായിരുന്നാലും, പൂവച്ചൽ ഖാദറിൻ്റെയൊക്കെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഇപ്പം നാഥാ നീ വരും കാലച്ച കേൾക്കും, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അത് ഭരതൻ നമ്മളെ അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. കാരണം ചാമരം വീശി നിൽക്കുമെന്ന് പറയുമ്പോൾ കാട്ടു ചേമ്പ് ഇങ്ങനെ കാറ്റത്താടുന്നതാണ്. പക്ഷേ കാട്ടു ചേമ്പിനും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ടെന്ന് നമുക്ക് ആ സിനിമ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. ചാമരം വീശി നിൽക്കുന്ന പറയുമ്പോൾ ആ ഒരു വശത്തേക്ക് കാറ്റടിച്ച് ഇങ്ങനെ ചാമരം വീശുന്നത് എത്ര മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ അവരെയൊക്കെ മാനിക്കുന്നത്. പക്ഷേ ഇന്ന് ഇതുപോലൊരു പാട്ട് എഴുതാൻ ഇപ്പോഴത്തെ ഒരു ഗാനരചയിതാവിനും കഴിയുന്നില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. ഒരു പാട്ട് എഴുത്തുകാരന് സാധിക്കും. ഇന്നത്തെ രംഗത്ത് നിൽക്കുന്ന പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരാൾക്കും ഇതുപോലൊരു പാട്ട്, അതായത് ഞാൻ വിമർശിച്ച തരത്തിലുള്ള അതിലിപ്പം പിന്നെ ഇപ്പം ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആയിരുന്നാലും കൈതപ്പുറത്തിനായാലും പല പാട്ടുകളും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ചില വരികൾ മോശമായി, അതിൻ്റെ ബാക്കി വരികൾ ചിലപ്പോൾ നന്നായിരിക്കും. അത്ര പോലും നന്നല്ലാത്ത പാട്ടുകളാണ് ഇന്ന് എഴുതി വിടുന്നത്. അശോകന്റെ മണിയറ എന്ന് പറയുന്നൊരു പടത്തില്ലേ, മുഞ്ചുള്ള ഉണ്ണിമായ എന്ന് പറഞ്ഞൊരു മുഞ്ചുള്ള പെണ്ണെ ഉണ്ണിമായ, അതിനെ സാറ് പക്ഷെ അതൊരു അവര് പിന്നെ ബോധപൂർവം അങ്ങനെ ഒരു കൽപ്പനാ വൈകല്യം ഉണ്ടാക്കിയിട്ട് അത് രസകരമാക്കാൻ ശ്രമിച്ചതാണെന്ന് ഒരു സ്വാതന്ത്ര്യം എടുത്തുകൂടെ അല്ലേ? അങ്ങനെ ഈ ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പം കാണാത്തവരും കണ്ടവരുമുണ്ട്. ഇപ്പം ചെമ്മീൻ സിനിമ ഞാൻ പലതവണ കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ എൻ്റെ മക്കളോ കൊച്ചുമക്കളോ ചെമ്മീൻ സിനിമ കണ്ടിട്ടില്ല. പക്ഷേ അവർ മാനസമൈന എന്നുള്ള പാട്ട് ആസ്വദിക്കുന്നു. അത് സിനിമ കണ്ടിട്ടല്ല, ആ സിനിമയിൽ നിന്ന് വേറിട്ട് നോക്കും. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകിൽ ഓമനെ എന്ന് വയലാറ് അതിനു വേണ്ടി
സലീൽ ചൗധരി ഇട്ടുകൊടുത്ത ട്യൂണിനനുസരിച്ച് എഴുതിയതാണ് അത്. അതിനേക്കാൾ മനോഹരമായ ഒരു കവിത അതിനകത്ത് സൃഷ്ടിക്കാനുണ്ട്. ആ പാട്ട്, അല്ലെങ്കിൽ കടനക്കര പോണവർ, കാണാപ്പൊന്നിന് പോണവർ, ആ കാണാപ്പൊന്ന് എന്നൊക്കെയുള്ള പ്രയോഗമുണ്ടല്ലോ, അതൊക്കെയാണ് ആ പാട്ടിൻ്റെയൊക്കെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അതേസമയം ഈ പറഞ്ഞ മൊഞ്ചുള്ള പെണ്ണെ പിന്നെ എന്ന് പറഞ്ഞ ആ അശോകൻ, പിന്നെ മണിയറയിലെ അശോകൻ എന്ന് പറഞ്ഞ പടത്തിൽ അത് മുഴുവൻ ഒരുമാതിരി വികലമാണ് പാട്ടുകൾ. പിന്നെ തെനൂറുമെൻ്റെ പ്രേമം നീയെ, പാലിട്ട പഞ്ചസാര ചായ നീയെ. പാലിട്ട ചായ, പഞ്ചസാര ഒഴിച്ച ചായ എന്ന് ആരെങ്കിലും പറയും? പാലിട്ട പഞ്ചസാര ചായ നീയെ. പിന്നെ എന്നിട്ട് പറയുന്നു, പിന്നെ ഉപ്പിലിട്ട മാങ്ങ നീയെ, തെങ്ങിന്മേലെ തേങ്ങ നീയെ, റോഡിന്മേലെ മത്തി നീയെ, നിരത്തിന്മേലെ മത്തി നീയെ, റോഡിന്മേലെ ടാറ് നീയെ എന്നൊക്കെ. അപ്പം ഇത് കേൾക്കുമ്പം തന്നെ ഒരു ഒരു നമുക്കൊരു ഒരു വെറുപ്പ് തോന്നും. മനസ്സിലായില്ലേ? നല്ല പാട്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ ആ അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ്റെ കടക്കണ്ണിലെ പൂവ് എന്ന് കേൾക്കുമ്പോൾ ആ അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പം തന്നെ നമുക്ക് കടക്കണ്ണിലെ പൂവ്, അകത്തുനിന്ന് മുളച്ചു വന്ന സ്വപ്നത്തിൻ്റെ ആ വരികളുടെ ഒരു ഭംഗിയുണ്ടല്ലേ. ഹാസ്യഗാനമാണ് എഴുതുന്നത്, പക്ഷേ അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം. സാർ നടത്തിയ ചില വിമർശനങ്ങൾ, ചില തിരിച്ചടികളുണ്ടായിരുന്നു. അതിലൊരു വളരെ പ്രധാനം ഈ പഞ്ചാഗ്നിയിലെ ആ രാത്രി മാഞ്ഞു പോയി എന്ന് പറയുന്ന ഒരു ഇതിലാണ്. അപ്പോൾ അതൊരു കറുത്തധ്യായമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആ പാവയ്ക്ക് പാൽ കൊടുക്കും അല്ലേ, അങ്ങനെ ഒരു പ്രയോഗം നടത്തി അന്നൊരു വിമർശനങ്ങളൊക്കെ അതുണ്ടായിട്ടുണ്ട്. അത് ഈ ആ പാട്ടുപുസ്തകത്തിൽ അച്ചടിച്ച് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊരു പറ്റിയ തെറ്റാണത്. അപ്പം നമുക്കതറിയാം, പാട്ടിട്ട് കേൾക്കണമായിരുന്നു. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഈ വാരികയ്ക്ക് സമയത്തിന് കൊടുക്കാനുള്ളത് കൊണ്ടും എനിക്ക് ഓഫീസും ഒക്കെ ഉള്ളതുകൊണ്ട് ധൃതിയിൽ ചിലപ്പോൾ എഴുതും പിന്നെ വരികളെല്ലാം ഇത്. പക്ഷെ അത് ONV സാറ് പോലും അത് അങ്ങനെ ആയി എഴുതിയല്ലോ എന്നൊന്നും എന്നോട് ചോദിച്ചതുമില്ല. ONV സാറൊക്കെ എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ഗാനരചയിതാക്കളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഗാനസമാഹാരങ്ങളും ഇറങ്ങിയാലുടൻ എനിക്ക് ഒപ്പിട്ട് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പലപ്പോഴും അദ്ദേഹം എന്നോട് വളരെ നല്ല സമീപനം കൈക്കൊണ്ടിട്ടുമുണ്ട്. അല്ല, അദ്ദേഹം ഒന്ന് തിരുത്താനൊന്നും പോയില്ല. പക്ഷേ നമുക്ക് തന്നെ തെറ്റ് പറ്റിയെന്ന് തോന്നിയില്ലേ? ഞാനത് അടുത്ത ലക്കത്തിൽ പിന്നെ അതിൻ്റെ ഒരു തിരുത്ത് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ തെറ്റി പറ്റിയതാണെന്ന് പറഞ്ഞ് തിരുത്ത് കൊടുക്കുകയും ചെയ്തു. അത് കൊടുത്തു. അത് അങ്ങനെ കൊടുക്കുന്നതിന് തെറ്റില്ലല്ലോ. കാരണം നമുക്കിപ്പോൾ 100% നമ്മൾ പെർഫെക്റ്റ് ആണെന്നുള്ള നിലയിലല്ല. നമ്മുടെ അറിവ്, പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. അത് പലപ്പോഴും എല്ലാവരും ചെയ്യാറുണ്ടല്ലോ. ഏകധാരയിലും ഒക്കെ തന്നെ കുറച്ച്, അല്ല ഏകധാരയിലൊന്നും അല്ല, മറ്റേ ഇതിൽ മാത്രമാണ് തെറ്റുപറ്റുക. പാവയ്ക്കാന്നായിപ്പോയി. പാവയ്ക്ക എന്നുള്ളത് പാവയ്ക്കാന്ന്. ഈ ആ ചന്ദ്രക്കല വിട്ടുപോയപ്പോൾ ആ അർത്ഥം മാറി. അപ്പം അത്തരം ചെറിയ തെറ്റുകൾ നമുക്കും ഒരു നിരൂപകൻ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ആർക്കും സംഭവിക്കാം. കാരണം ഇപ്പം പിന്നെ അമ്മാവൻ തന്നെ വാരഫലത്തിൽ ചില പ്രയോഗങ്ങൾ നടത്തും. പ്രയോഗം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ബുക്കുകളുടെ പ്രയോഗം. അപ്പോൾ ചിലർ അത് ചൂണ്ടിക്കാണിക്കും, അങ്ങനെയല്ല അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇതാണ്. അദ്ദേഹം അത് സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അത് ആർക്കും സംഭവിക്കാം. തോട്ടിപ്പണിക്കാരൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് അല്ലേ? അത് ഒരു ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞൊരു ചർച്ചയിലാണ്. അപ്പോൾ അത് ബിച്ചു തിരുമലയാണ്. TP എന്നുള്ള എൻ്റെ ഇനിഷ്യൽ, അച്ഛൻ്റെയും അമ്മയുടെയും പേരാണ് TP എന്ന് പറയുന്നത്. എൻ്റെ ചുരുക്കപ്പേരാണ് തങ്കപ്പൻ നായരും പത്മാവതിയും. അതാണ് പിന്നെ മറ്റേ തോട്ടിപ്പണി എന്ന് പറഞ്ഞ. അന്ന് K. ജയകുമാറായിരുന്നു അന്ന് മോഡറേറ്റർ. ഞാനും ബിച്ചു തിരുമലയും പക്ഷേ പിന്നെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ മാലിന്യം വിതറുമ്പോൾ അത് ശരിയാക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നൊക്കെ ഞാനന്ന് സമർത്ഥിക്കുകയും ചെയ്തു. ഇല്ല, ഞാനും പിന്നെ വിമർശിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ വ്യക്തിഹത്യ നടത്താറില്ല, ഒരിക്കലും ആരെയും നടത്തിയിട്ടുമില്ല. കാരണം അവരുടെ പേരിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവം പത്രത്തിൽ വരികയോ അതിനെപ്പറ്റിയോ ഒന്നും ഞാൻ പരാമർശിക്കാറുമില്ല, ഒരിക്കലും എഴുതാറുമില്ല. പക്ഷേ എനിക്കത്ര പ്രയാസം തോന്നിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ എന്ന് പറഞ്ഞു. കേസ് വരെ കൊടുത്തു, വക്കീൽ നോട്ടീസ് വരെ അയച്ചു. അതെ അല്ലേ? പക്ഷേ എന്നാലും നിങ്ങൾ വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആദ്യത്തെ കാലത്തെ പാട്ട്, ഇപ്പം പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൊക്കെ പാട്ടിനെ അപ്പം സൗഹൃദം ഉണ്ടായെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവും കൂടെ ഞാൻ പറയാം. ഈ പാട്ടിൻ്റെ വിമർശനം വന്ന് വലിയ ഒച്ചപ്പാടൊക്കെ ആയ സമയത്ത് ഇവിടെ ചർച്ചാവേദി എന്നൊരു ഇതുണ്ട്. EAM ബാബു നടത്തിയിരുന്ന പ്രതിമാസ ചർച്ചാവേദി. ഒരിക്കൽ ചർച്ചാവേദിയിൽ ഗാനങ്ങളെക്കുറിച്ചായിരുന്നു സംസാരിക്കാൻ തീരുമാനിച്ചത്. ഗാനങ്ങളുടെ പിന്നെ ജയാപജയങ്ങൾ എന്നാ മറ്റോ ആയിരുന്നു എൻ്റെ ഹെഡിങ് തന്നെ. അപ്പോൾ അന്ന് സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നത് കൃഷ്ണപിള്ള സാറാണ്, N. കൃഷ്ണപിള്ള സാറാണ്. സാറ് പറഞ്ഞു, എനിക്ക് പാട്ടിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ അതുകൊണ്ട് വെറും നിശബ്ദനായ അധ്യക്ഷനായിട്ട് ഇരിക്കും, ഞാൻ ഒരക്ഷരവും സംസാരിക്കില്ല എന്ന് പറഞ്ഞു.
സാറ് അധ്യക്ഷനായിട്ട് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ബാബു സാറ് ഒരിക്കലും മാറ്റൂല. പിന്നെ എയും ബാബു ഒരിക്കലും അദ്ദേഹത്തെ അധ്യക്ഷനായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അദ്ദേഹം ഞാൻ നിശബ്ദനായിട്ടിരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ബിച്ചു തിരുമലയും ഞാനും ആണ് മെയിനായിട്ട് അന്ന് സംസാരിക്കാനായിട്ട് അവർ തിരഞ്ഞെടുത്തിരുന്നത്. ഞാനവിടെ നേരത്തെ എത്തി. ബിച്ചു തിരുമല അത് കഴിഞ്ഞാണ് വന്നത്. അദ്ദേഹം എന്നെ കണ്ട പാടെ തന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. എന്നോട് ചോദിച്ചു എപ്പോഴും വന്നു, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചർച്ച തുടങ്ങുന്നത്. ചർച്ച തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ ചില ഭാഗങ്ങൾ ബിച്ചു തിരുമലയെ തന്നെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹം അതിന് മറുപടി എന്ന നിലയിൽ പലതും പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞു അദ്ദേഹം എനിക്ക് കൈയൊക്കെ തന്നിട്ടാണ് പോയത്. മാത്രമല്ല, ഞാൻ ഓഫീസിൽ പോകാനായിട്ട് ബസ് കാത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ശ്രീമതി കാറിൽ വരുമ്പോൾ എന്നെ കണ്ട് നിർത്തി കാറിൽ കയറ്റി പാളയത്തോ അല്ലെങ്കിൽ എവിടെയാണ് ആകുന്നത്. അങ്ങനത്തെ അതിൽ നിന്ന് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഒരു വ്യക്തിപരമായ ശത്രുതയും ഇല്ലായിരുന്നു. എഴുതുമ്പോൾ രണ്ടുപേരും എഴുതും, അല്ലെങ്കിൽ പറയുമ്പോൾ രണ്ടുപേരും പറയും എന്നല്ലാതെ ഒരു ശത്രുതയില്ല. മാത്രമല്ല, പിൽക്കാലത്ത് ഒരു വിവാഹം വഴി ഞങ്ങൾ ബന്ധുക്കളുമായി മാറി. പിന്നീട് അദ്ദേഹം കാണുന്നവരോടൊക്കെ പറയും ഞങ്ങളിപ്പോൾ അടുത്ത ബന്ധുക്കളാണ് കേട്ടോ. അടുത്ത ബന്ധുക്കളൊന്നും അല്ലെങ്കിലും ബന്ധുക്കളാണെന്ന്. ഒന്നും വേണ്ട, ബിച്ചു തിരുമലയുടെ ആദ്യത്തെ ചരമവാർഷികത്തിന് വീട്ടുകാരെ മാത്രം ക്ഷണിച്ചുകൊണ്ട് അവരുടെ ബന്ധുക്കളും അവരൊക്കെ ക്ഷണിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് ഒരു അനുസ്മരണമൊക്കെ നടത്തി. അന്ന് പുറത്തുനിന്നുണ്ടായിരുന്ന ഏക വ്യക്തി ഞാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയൊക്കെ എന്നെയാണ് വിളിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർക്കോ വിമർശിക്കും, പക്ഷേ അവർക്കൊന്നും യാതൊരു എന്നോട് വ്യക്തിവൈരാഗ്യമില്ല എന്നുള്ളതിന് തെളിവാണ്.